കശ്മീർ താഴ്വരയിൽ വിദഗ്ധനായ മരപ്പണിക്കാരനായ സക്കറിയും ഭാര്യ മറിയവും അവരുടെ 5 മക്കളായ അസ്ലാൻ, അയാൻ, അഹ്ലാൻ, ഇഷാൻ, സിദ്ര എന്നിവർക്കായി സ്നേഹമുള്ള ഒരു വീട് നിർമ്മിച്ചു. അവർക്ക് സമ്പത്ത് കുറവായിരുന്നെങ്കിലും അവരുടെ വീട് സ്നേഹവും ചിരിയും സ്വപ്നങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു. കാലം കഴിയുന്തോറും കുട്ടികൾ വളരുകയും വീട്ടിൽ നിന്ന് അകലെയുള്ള അവസരങ്ങൾ പിന്തുടരുകയും ചെയ്തു. അസ്ലാൻ, അയാൻ, ഇഷാൻ, അഹ്ലാൻ എന്നിവർ ഓരോരുത്തരായി അവരുടെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് പുറപ്പെട്ടു. അതേസമയം ചെറുപ്പക്കാരിയായ സിദ്ര പ്രായമായ മാതാപിതാക്കൾക്കൊപ്പം തുടർന്നു. ഒരു കാലത്ത് സജീവമായിരുന്ന വീട് നിശബ്ദമായി. എന്നിരുന്നാലും വീട്ടിൽ നിന്ന് അകലെയുള്ള വിജയം അവർക്ക് അവഗണിക്കാൻ കഴിയാത്ത ശൂന്യതയുമായി വന്നു. ഒരു നേട്ടത്തിനും കുടുംബത്തിൻ്റെ ഊഷ്മളതയ്ക്ക് പകരമാവില്ലെന്ന് ഓരോ കുട്ടിയും തിരിച്ചറിഞ്ഞു. ഓരോരുത്തരായി അവർ മടങ്ങി അവരുടെ വീട്ടിലേക്ക് ജീവൻ തിരികെ കൊണ്ടുവന്നു. പാരമ്പര്യത്തെ ആധുനിക നവീകരണവുമായി സംയോജിപ്പിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് പിതാവിൻ്റെ മരപ്പണിയെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു കുടുംബ ബിസിനസ്സാക്കി മാറ്റി. അതിലും പ്രധാനമായി അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. കശ്മീരിലെ ഉയർന്ന പർവ്വതങ്ങൾക്കിടയിൽ അവർ യഥാർത്ഥ സന്തോഷം കണ്ടെത്തി. വിദൂര ദേശങ്ങളിലല്ല, മറിച്ച് കുടുംബത്തോടും അവർ എല്ലായ്പ്പോഴും വീട് എന്ന് വിളിക്കുന്ന സ്ഥലത്തോടുമുള്ള സ്നേഹത്തിലാണ്.